അടുത്ത ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് എവിടെയായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങളുടെ വരുമാനം എന്തായിരിക്കും? നിങ്ങളുടെ സ്വാധീനം എത്ര പേരിലേക്ക് എത്തും? നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയായിരിക്കും? നിങ്ങളുടെ കുടുംബ ബന്ധം എത്ര ശക്തമായിരിക്കും? ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം കണ്ടെത്താൻ ഭാവി പ്രവചിക്കുന്ന ഒരാളെ സമീപിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇന്നത്തെ ജീവിതം വ്യക്തമായി ഒന്ന് നോക്കിയാൽ മാത്രം മതി. കാരണം ഭാവി പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്നതല്ല, അത് ഇന്ന് രൂപപ്പെടുകയാണ്. ഈ സെക്കൻഡിൽ അത് രൂപപ്പെടുകയാണ്. ഈ ഓരോ മിനിറ്റിലും സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും മികച്ചതിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുന്നു. അനുഗ്രഹീതമായൊരു നല്ല ഭാവിയെ, നല്ല നാളെയെ രൂപപ്പെടുത്തുവാൻ പ്രവചനദൂത് നിങ്ങൾക്കിന്നൊരു അവസരം തരികയാണ്. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി കുറേ മാറ്റങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ വേദിയാക്കാൻ പോകുന്നു. ഇന്നത്തെ ദൂത് ആദ്യോടൊന്നും വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഇത് വളരെ സ്പെഷ്യലാണ്. എല്ലാവർക്കും വലിയവനായ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹവന്ദനം. പലരും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവസരങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ആ കാര്യത്തിന് ഇറങ്ങിയാൽ അതെങ്ങനെയായിരിക്കും? നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഏറ്റവും നല്ല നാളെയെ, നമ്മുടെ നല്ല ഫ്യൂച്ചറിനെ നിർണ്ണയിക്കുന്നത് വലിയ അവസരങ്ങളല്ല, 3 ശക്തികളാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ എത്ര ഉന്നതനാണേലും, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ വലയുന്നൊരു വ്യക്തിയാണേലും, അവരുടെ ലൈഫിനെ വളർത്തുന്ന അവരുടെ ശക്തി എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. 1 അവരുടെ ശീലങ്ങളാണ്, 2 അവരുടെ സാഹചര്യങ്ങളാണ്, 3 അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ പൊതുവെ എല്ലാവരും പ്രശ്നങ്ങൾ തന്നെ എന്ന് പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ട് അതിനെ ശക്തി എന്ന് പറയുന്നു? നിങ്ങൾക്ക് ഇന്നത്തെ ദൂതിൽ അത് മനസ്സിലാകും. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അവൻ്റെ മനസ്സിൻ്റെ മസിലുകളെ പവർഫുൾ ആക്കണമെന്നതാണ് ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കേവലം ഒരു ബലൂണായി വീർത്ത് വലുതാകുക എന്നുള്ളതല്ല. കാതൽ നിറഞ്ഞൊരു വൃക്ഷം പോലെ, കല്ലുപോലെയുള്ള ഉറച്ചൊരു നിലയിലേക്ക് ഒരാൾ പരുവപ്പെടണമെന്നാണ് ദൈവം ഒരാളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഒരു രാജാവിനെ സൃഷ്ടിച്ചാൽ ആദ്യം ഒരു കിരീടമല്ല, അവന് ദൈവം ഒരു നല്ല നിശ്ചയദാർഢ്യമുള്ളൊരു ഹൃദയമായിരിക്കും ഉണ്ടാക്കി കൊടുക്കുക. ദൈവം ഒരു പ്രവാചകനെ നിർമ്മിച്ചാൽ ആ പ്രവാചകനെ പെട്ടെന്നൊരു ദിവസം അഭിഷേകം ചെയ്യുകയല്ല, ദൈവം ഒരു ജീവിതം അവന് കൊടുക്കും. ദൈവം ഒരു ഇടയനെ രൂപപ്പെടുത്തുമ്പോൾ, ദൈവം ഒരു നേതാവിനെ രൂപപ്പെടുത്തുമ്പോൾ, ദൈവം രൂപപ്പെടുത്തുന്ന എന്തിനും അതിൻ്റെ അകം ശക്തമേറിയതായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൻ്റെ അകത്താണ് ദൈവം പലരെയും പരുവപ്പെടുത്തി കൊണ്ടുവരുന്നത്. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ പെട്ടെന്നൊരു ദിവസം രംഗത്ത് വന്ന ആളല്ല. എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് നന്ദിയോടെ ദൈവം എന്നെ വളർത്തിയ, പരിശീലിപ്പിച്ച, എനിക്ക് ദൈവം നൽകിയ ചലഞ്ചുകളെ ഞാൻ സന്തോഷത്തോടെ ഓർത്ത് കർത്താവിന് ഇന്ന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മളുടെ ജീവിതത്തെ ഏറ്റവും മികച്ചതാക്കാൻ ദൈവം ശീലങ്ങളെയും സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും ശക്തമായി തന്നെ അനുവദിക്കുന്നു. നമ്മളുടെ ഭാവി അത് നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരുന്നതല്ല, പകരം ആ സ്വപ്നത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ ശീലങ്ങളാണ് നിങ്ങളെ പിന്തുടരാൻ പോകുന്നത്. നിങ്ങൾ പറയുന്ന ലക്ഷ്യങ്ങളിലേക്കല്ല ഭാവി നീങ്ങുന്നത്, നിങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ഭാവി നീങ്ങുന്നത്, ജീവിതം നീങ്ങുന്നത്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്കല്ല നമ്മുടെ ജീവിതം പോകുന്നത്, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്കാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഒരു ദിവസം 1 മണിക്കൂർ പഠിക്കുന്ന ഒരാളുടെ ഭാവി ഇന്ന് തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസവും പരാതി പറയുന്ന ഒരാളുടെ ഭാവി ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വ്യത്യാസം ഇത്ര മാത്രം, ഫലം ഇനിയും ദൃശ്യമായിട്ടില്ല. അടുത്ത 10 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എവിടെ ആയിരിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ എന്താണെന്ന് നോക്കേണ്ടതില്ല, നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പട്ടിക നോക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ദിനചര്യകൾ നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ശീലങ്ങൾ വളരെ ശക്തമേറിയതാണ്. രണ്ടാമത്തെ കാര്യം സാഹചര്യമെന്ന് ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. പലരും ഭാവിയെ കാത്തിരിക്കുകയാണ്. ഒരു വിപണി മെച്ചപ്പെടുമ്പോൾ മുന്നോട്ട് പോകാൻ, സമയം ശരിയാകുമ്പോൾ ഇറങ്ങാൻ, ആൾക്കാർ സഹകരിക്കുമ്പോൾ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, ഇങ്ങനെ പല വിധത്തിലുള്ളതായ തുടങ്ങാനൊരു നല്ല സാഹചര്യമാണ് അവർ നോക്കിയിരിക്കുന്നത്. പക്ഷേ വിജയകരമായ ജീവിതങ്ങൾ ഒരിക്കലും നല്ല സാഹചര്യങ്ങളുടെ ഫലങ്ങളല്ല. വിശുദ്ധ ബൈബിൾ നമ്മളോട് ഇങ്ങനെ പറയുന്നു, കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. അതായത് സിറ്റുവേഷൻ എന്തോ അതിനെ നോക്കിയല്ല ഒരു ദൈവ പൈതലിന്റെ ആക്ഷൻ പ്ലാൻ സജ്ജമാകേണ്ടത്. രാത്രിയും പകലും നമ്മുടെ ദൈവത്തിന് ഒരുപോലെ തന്നെയാണ്.
അതുകൊണ്ട് ഏത് സമയത്തും നിങ്ങളെ ഉയർത്താൻ ദൈവം മതിയായവനാണ്. ഏത് നേരത്ത് നിങ്ങളെ സഹായിക്കാൻ കർത്താവ് ശക്തനാണ്. ഏത് രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം എനി ടൈം ഉണ്ടാകാം. അതുകൊണ്ട് സാഹചര്യങ്ങളെ നോക്കിയല്ല ഇരിക്കേണ്ടത്. നല്ല വിജയങ്ങൾ ഉണ്ടാകുന്നത് നല്ല തീരുമാനങ്ങളുടെ ഫലമായിട്ടാണ് വരുന്നത്. സാഹചര്യങ്ങൾ ഒരിക്കലും പൂർണ്ണമാകില്ല. ലോകം എപ്പോഴും അനിശ്ചിതമായിരിക്കും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ, കുറവുകൾ, പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് ഇറങ്ങുക. എല്ലാം ശരിയായിട്ട് ഒന്നും നടക്കില്ലെന്ന് പഴമക്കാർ പറയുന്നത് പോലെ, എല്ലാവരുടെ വാ മൂടിക്കെട്ടിക്കൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ, നമുക്കുള്ള സന്നാഹങ്ങളോടുകൂടി ഇറങ്ങുക. കാര്യങ്ങൾ നേരെയാകും. വിപണികളൊക്കെ ഉയരും താഴും, സാങ്കേതിക വിദ്യകൾ മാറും, ഈ സമൂഹം മാറും. പക്ഷെ ഒരു കാര്യം നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്, അത് നിങ്ങളുടെ പ്രതികരണമാണ്. അതുമാത്രമാണ് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളത്. നിങ്ങളുടെ അടുത്ത തീരുമാനം, നിങ്ങളുടെ അടുത്തൊരു ചുവടുവെപ്പ്, അത് നിങ്ങളുടെ ശക്തിയുടെ പ്രഖ്യാപനങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഞാൻ ഈ സാഹചര്യത്തിനകത്ത് നിൽക്കണോ വേണ്ടായോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. മുന്നോട്ടേക്ക് പോവുക എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം, സിറ്റുവേഷൻസ് ഓക്കെ ആണെങ്കിലും അല്ലെങ്കിലും മുന്നോട്ടേക്ക് നീങ്ങുക എന്ന് പറയുന്ന ഒരു തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്കൊരു വലിയ ശക്തിയായി തന്നെ മാറും. മൂന്നാമത്തെ നമ്മുടെ ലൈഫിലെ ശക്തി നമ്മുടെ പ്രശ്നങ്ങളാണ്. പലരും ഭാവിയെ നഷ്ടപ്പെടുത്തുന്നത് പ്രശ്നങ്ങൾ കാരണമല്ല, പ്രശ്നങ്ങൾ വരുമ്പോൾ വളർച്ച നിർത്തുന്നത് കൊണ്ടാണ്. ഞാൻ ആ വാക്കൊന്നുകൂടെ ആവർത്തിക്കട്ടെ. പലരും തങ്ങളുടെ ഫ്യൂച്ചർ നഷ്ടപ്പെടുത്തുന്നത് തങ്ങളുടെ ലൈഫിലെ പ്രോബ്ലങ്ങൾ കൊണ്ടല്ല, പ്രശ്നങ്ങൾ വരുമ്പോൾ വളർച്ചകളെ നിർത്തിക്കളയുന്നത് കൊണ്ടാണ്. ഇസ്രയേൽ കടലിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ യാത്ര നിർത്തിയിരുന്നെങ്കിൽ അവർ അടിമകളായി തന്നെ അവസാനിക്കുമായിരുന്നു. നമ്മളുടെ മുൻപിലെ ഓരോ പ്രശ്നവും ദൈവത്തിൻ്റെ മക്കളെ ഒരു വഴിത്തിരിവാണ്. കൂടുതൽ നിങ്ങളെ ശക്തനാക്കാനാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെ കൂടുതൽ ഭയപ്പെടുത്താം, അല്ലെങ്കിൽ അത് നിങ്ങളെ കൂടുതൽ ബുദ്ധിമാനാക്കാം. നിങ്ങൾ ഇന്ന് എന്ത് വായിക്കുന്നു, നിങ്ങൾ ഇന്ന് എന്ത് പഠിക്കുന്നു, നിങ്ങൾ ഇന്ന് ആരോടൊപ്പമാണ് സമയം ചെലവഴിക്കുന്നത്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, നിങ്ങൾ എന്താണ് മുന്നോട്ടേക്ക് മാറ്റിവെക്കുന്നത്, ഇവയെല്ലാം നിങ്ങളുടെ ഭാവിയുടെ നിർമ്മാണ സാമഗ്രികളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു വെല്ലുവിളി മുന്നോട്ട് വെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഭാവിയെ കാത്തിരിക്കുന്നത് നിർത്തുക, ഭാവിയെ നിർമ്മിച്ചു തുടങ്ങുക. ഒന്നുകൂടെ, ഭാവിയെ കാത്തിരിക്കുന്നത് അവസാനിപ്പിക്കുക, നിങ്ങളുടെ ഫ്യൂച്ചർ നിർമ്മിച്ചു തുടങ്ങുക. സാഹചര്യങ്ങളെ ഒരു കാരണവശാലും കാത്തിരിക്കരുത്. ഞാൻ ഒന്നുകൂടെ എല്ലാവരോടും പറയട്ടെ, നിങ്ങളുടെ മുമ്പിൽ ഒരു നല്ല സമയമോ ഒരു നല്ല അവസരമോ അത് വരുമെന്ന് കരുതി വെറുതെ കാത്തിരിക്കരുത്. സാഹചര്യങ്ങളെ കാത്തിരിക്കാതെ സാഹചര്യങ്ങളെക്കാൾ നിങ്ങൾ വലുതാകുക. പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോകരുത്. അവയെ വളർച്ചയുടെ അസംസ്കൃത വസ്തുക്കളാക്കി തീർക്കുക. കാരണം 5 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നതിന് ഫലമാകില്ല, നിങ്ങൾ ഇന്ന് ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലമായിരിക്കും. അടുത്ത ദശകം നിങ്ങളുടെ കൈകളിൽ ആരംഭിക്കുകയാണ് ഈ നിമിഷത്തിൽ. അത് ഈ തീരുമാനത്തിൽ തുടങ്ങുകയാണ്. അത് കലണ്ടറിലല്ല തുടങ്ങുന്നത്. നമ്മൾ ഇന്ന് ഉൾക്കൊള്ളുന്ന ഒരു മാറ്റത്തിലാണിത് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ കാത്തിരിക്കുകയാണോ, അതോ നിങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങുകയാണോ? പലരും ശീലങ്ങളുടെയും സാഹചര്യങ്ങളുടെയും പ്രശ്നങ്ങളുടെയും എല്ലാം ആകെ തുകയ്ക്കകത്ത് വീണുപോകും. വീണിടത്ത് അവർ വീട് പണിത് താമസിക്കും. ഒരു കാരണവശാലും നിങ്ങൾ വീണുപോയിടത്ത് നിങ്ങൾ ഭവനം കെട്ടി പാർക്കരുത്. അവിടെ നിന്നും എഴുന്നേറ്റ് മുന്നോട്ടേക്ക് ഓടാനാണ് കർത്താവ് നിങ്ങളോട് ഇന്ന് രാവിലെ പറയുന്നത്. ബൈബിൾ ഒരിക്കലും നിങ്ങൾ വീഴ്ചയില്ലാത്തവരായിരിക്കുമെന്ന് പറയുന്നില്ല. ദൈവവചനം ഒരിക്കലും നിങ്ങൾ പ്രശ്നങ്ങളില്ലാത്തവരായിരിക്കുമെന്ന് പറയുന്നില്ല. ബൈബിൾ എപ്പോഴും നിങ്ങൾക്ക് എല്ലാം നല്ലതേ സാഹചര്യങ്ങളെ വരികയുള്ളൂ എന്ന് പറയുന്നില്ല. പക്ഷേ ഒന്ന് പറയുന്നു, ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് പ്രതികൂലമാണെങ്കിലും കർത്താവ് നിങ്ങൾക്ക് പോകാനുള്ള മാർഗരേഖയും സാഹചര്യങ്ങളും കൃത്യമായി തന്നെ ഒരുക്കി തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഭാവി നിർമ്മാതാക്കളായി തീരാനാണ് ദൈവം നിങ്ങളെ വിളിക്കുന്നത്. 10 വർഷത്തിന് ശേഷം ലോകം എന്തായിരിക്കും ആവശ്യപ്പെടാൻ പോകുന്നത്? ഞാൻ ഇന്ന് അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ കുഞ്ഞെ, ഇന്ന് ഇതിനു വേണ്ടി നീ കാര്യങ്ങൾ ക്രമീകരിക്കുക. ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങളിൽ 5 വർഷത്തിന് ശേഷം വിലയുള്ളത് എന്താണ്? വിലയില്ലാത്ത എന്തെങ്കിലും കണ്ടാൽ അതിനെ ഒഴിവാക്കാൻ അവർക്ക് കഴിയും. ഈ ചോദ്യം ജീവിതം മാറ്റും. കാരണം പല കാര്യങ്ങളും അടിയന്തരമാണ്, പക്ഷേ വളരെ കുറച്ച് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. നമ്മളിന്ന് കാട്ടിക്കൂട്ടുന്ന 100 കാര്യങ്ങളെടുത്താൽ ആ 100 കാര്യങ്ങൾ നമ്മുടെ ഭാവിക്കോ നമ്മുടെ നാളേക്കോ ഒരു വിധത്തിൽ ഉപകാരപ്പെടുന്നതല്ല. മികച്ചതിലേക്ക് ഫോക്കസ് ചെയ്യാൻ, മുന്നോട്ടേക്ക് നോക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇപ്പോഴുണ്ടാകുന്ന ചെറിയ നഷ്ടങ്ങളുടെ പേരിൽ നിങ്ങൾക്കൊരിക്കലും പ്രയോജനകരമാകാത്ത ചിലതിനു വേണ്ടി നേരം കളയാതിരിക്കുക. നിങ്ങൾക്കുള്ളതായ എല്ലാ റിസോഴ്സുകളും ഇന്ന് നിങ്ങളുടെ മുൻപിലുണ്ട്. ദീർഘകാലങ്ങളെ മുന്നോട്ടേക്ക് ചിന്തിക്കുക. അടുത്ത ആഴ്ചയേക്കാൾ അടുത്ത ദശാബ്ദത്തെക്കുറിച്ച് ചിന്തിക്കുക.
നമുക്കൊരു നല്ല ശീലം ആരംഭിക്കണമെങ്കിൽ അതിന് നമുക്ക് യേശു കൂടിയേ തീരൂ. യേശു പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കുന്നവൻ മാത്രമല്ല, ഭാവിയെ മുൻകൂട്ടി കാണുന്ന രാജാവാണ്. മനുഷ്യർ നിലവിലെ സാഹചര്യങ്ങളെ കാണുന്നു, പക്ഷേ യേശു അവസാനത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഇന്നേ കാണുന്നുണ്ട്. അതിനാൽ ഏറ്റവും വലിയ അനിശ്ചിതത്വങ്ങളുടെ കാലത്ത് പോലും യേശുവിൻ്റെ ഒപ്പം നടക്കുന്ന ഒരാൾ ഇരുളിൽ നടക്കുന്ന ഒരാളല്ല, മുമ്പിൽ കാണുന്നവൻ്റെ ഒപ്പം നടക്കുന്ന ആളാണ്. ഇതാണ് വെളിപ്പാട്. നിങ്ങൾക്ക് കൈയും കാലും ചലിക്കും, പക്ഷെ നിങ്ങൾ ബ്ലൈൻഡ് ആണെങ്കിൽ, നിങ്ങളെ കൈ പിടിച്ച് നടത്തുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ വിശ്വസിക്കില്ലേ? കാരണം കണ്ണിന് കാഴ്ചയുള്ള ഒരാളാണ് ഇപ്പം എന്നെ ലീഡ് ചെയ്യുന്നത്, അദ്ദേഹം എന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. ഈ ഒരു ഉറപ്പ് നമുക്കില്ലേ? ഇതുപോലെ നാം കർത്താവിനെ വിശ്വസിക്കണം. കാരണം നമുക്ക് കാണാൻ കഴിയാത്തത് യേശു കാണുന്നുണ്ട്. നമുക്ക് എത്താൻ പറ്റാത്തടത്തേക്ക് യേശു എത്തിക്കാൻ നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ട്. അനിശ്ചിതങ്ങളുടെ കാലത്ത് പോലും യേശുവിന് കൂടെ നടക്കുക. നിങ്ങൾ ഇരുളിൽ നടക്കുന്ന ഒരു വ്യക്തിയല്ല, നിങ്ങൾ മുന്നിൽ കാണുന്ന, നിങ്ങളുടെ കാലഘട്ടങ്ങളുടെ അവസാനം എന്തായിരിക്കുമെന്ന് കാണുന്ന യേശുവിനെ കരം പിടിച്ച് നടക്കുന്ന വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, യേശു വിഭവങ്ങളുടെ ഉറവിടം മാത്രമല്ല. പലരും കർത്താവിനെ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി മാത്രമാണ് സമീപിക്കുന്നത്. യേശുവെ എനിക്കത് തരണമേ, യേശുവെ എനിക്കിത് തരണമേ, കർത്താവെ എന്നെ ആ കാര്യത്തിൽ ബ്ലെസ് ചെയ്യണമേ. ചിലർ അനോയിൻറ്റിങ്ങിന് വേണ്ടി മാത്രം, ചിലർ മിനിസ്ട്രിക്ക് വേണ്ടി മാത്രം, ചിലർ തങ്ങളുടെ ലൈഫിൽ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിന് വേണ്ടി മാത്രം. നോ, യേശു ഒരു വിഭവങ്ങളുടെ മാത്രം ഉറവിടമല്ല, എല്ലാ വിഭവങ്ങളുടെയും ഉറവിടത്തിൻ്റെ ഉറവിടമാണ്. ഐ റിപ്പീറ്റ്, എൻ്റെ യേശു എല്ലാ വിഭവങ്ങളുടെയും ഉറവിടത്തിൻ്റെ ഉറവിടമാണ്. പ്രിയപ്പെട്ടവരെ, സമ്പത്ത് നഷ്ടപ്പെട്ടാലും, സ്വാധീനം കുറഞ്ഞു പോയാലും, സാങ്കേതികവിദ്യ പാഴായി പോയാലും, യേശുവിൽ ആശ്രയിക്കുന്നവൻ ഒരു സ്രോതസ്സിനെ അല്ല, സ്രോതസ്സുകളുടെ സൃഷ്ടാവിനെയാണ് ആശ്രയിക്കുന്നത്. ഞാൻ ഒന്നുകൂടി ആ വാക്ക് പറയട്ടെ. യേശുവിനെ ആശ്രയിക്കുന്നവൻ ഒരു സ്രോതസ്സിനെ അല്ല, സ്രോതസ്സുകളുടെ സൃഷ്ടാവിനെയാണ് ആശ്രയിക്കുന്നത്. അതാണ് യാഥാർത്ഥ സുരക്ഷ. അതാണ് നമുക്ക് ഏറ്റവും വലിയ ധൈര്യമെന്ന് പറയുന്നത്. യേശു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുക മാത്രമല്ല ചെയ്യുന്നത്. ഒരു മനുഷ്യനെ അവൻ നിൽക്കുന്ന സാഹചര്യങ്ങളുടെ മുമ്പിൽ ആ സാഹചര്യങ്ങളെക്കാൾ വലിയവനാക്കി തീർക്കുകയാണ്. മോശയെ ചെങ്കടലിനേക്കാൾ വലിയവനാക്കിയില്ലേ കർത്താവ്? എബ്രായ ബാലന്മാരെ തീച്ചൂളേക്കാൾ പവർഫുൾ ആക്കിയില്ലേ കർത്താവ്? ദാനിയേലിനെയും ദാവീദിനെയും ഒക്കെ സിംഹത്തെക്കാൾ വലിയവരാക്കിയില്ലേ നമ്മുടെ കർത്താവ്? നമ്മുടെ മുമ്പിലെ സാഹചര്യം എന്താണേലും ആ സാഹചര്യത്തെ മാറ്റുന്നതല്ല ദൈവത്തിൻ്റെ പ്ലാൻ. ആ സാഹചര്യത്തെക്കാൾ ഉപരി അതിനെ ഫേസ് ചെയ്യുന്ന നമ്മളെ ആ സിറ്റുവേഷനുകളെക്കാൾ വലുതാക്കുകയാണ് കർത്താവിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കൊടുങ്കാറ്റില്ലാത്ത ജീവിതം യേശു ഒരിക്കലും വാഗ്ദാനം ചെയ്തിട്ടില്ല. പക്ഷേ യേശു കൊടുങ്കാറ്റിനേക്കാൾ വലിയൊരു ഹൃദയം നമുക്ക് നൽകുന്നുണ്ട്. അതിനോട് ശാന്തമാകാൻ കൽപ്പിക്കുന്ന ഒരു കമാൻഡിങ് അതോറിറ്റി നമ്മുടെ മേലെ തരാൻ യേശു ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് യാഥാർത്ഥ മഹത്വം പ്രശ്നങ്ങളുടെ അഭാവമല്ല, പ്രശ്നങ്ങളുടെ നടുവിലും തകരാതെ നിൽക്കുന്ന ഒരു വ്യക്തിയായി തീരുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗ്ലോറി എന്ന് പറയുന്നത്. ഞാനൊന്ന് പറയാം, ഒരു കപ്പൽ പണിയുന്നത് ഒരിക്കലും കടലിന് നടുക്കിട്ടല്ല. ഇത് നിങ്ങൾ എന്നും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കപ്പൽ പണിയുന്നത് ഒരിക്കലും ഒരു കടലിൻ്റെ നടുക്കിട്ടല്ല, അത് കരയിലിട്ടും ഒരു തിരമാലകളില്ലാത്തൊരു സാഹചര്യത്തിലും ആഴമുള്ള വെള്ളമില്ലാത്തൊരിടത്തുമാണ് ഒരു കപ്പലിൻ്റെ നിർമ്മാണം നടക്കുന്നത്. അതിന് ശേഷമാണ് അത് നീറ്റിലേക്ക് ഇറക്കുന്നത്. പിന്നീടാണ് അത് തിരകളെ കാണുന്നത്. ലോകത്തെ ഏറ്റവും ആഴമുള്ള സമുദ്രത്തിൻ്റെ മീതെ പോകുന്ന ഒരു കപ്പലും ഒരു കടലിനെ നടുക്കിട്ടല്ല നിർമ്മിച്ചിട്ടുള്ളത്. അതൊക്കെ നിർമ്മിച്ചത് വെള്ളത്തിൻ്റെ ഇപ്പുറത്താണ്. പിന്നീട് അതിനെ ജലത്തിലേക്ക് ഇറക്കുകയായിരുന്നു. ഒരു കപ്പലിനോട് അതിനൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ്, പേടിക്കണ്ട, നിനക്കൊരിക്കലും തിരമാല ഉണ്ടാകില്ല, നിനക്കൊരിക്കലും ആഴങ്ങളെയും സ്രാവുകളെയും തിമിംഗലങ്ങളെയും നേരിടേണ്ടി വരത്തില്ല. അപ്പോൾ അത് ചോദിക്കും, പിന്നെ എന്തിനാണ് ഉണ്ടാക്കിയത്? കർത്താവ് നമ്മളോട് പൊള്ളയായ വാഗ്ദാനങ്ങളൊന്നും തരുന്ന ആളല്ല. നമ്മളോട് ഒന്നും വരത്തില്ല എന്ന് പറയുന്ന ആളല്ലേ യേശു. എന്തു വന്നാലും ഞാൻ കൂടെ ഉണ്ടാകും, നീ അതിനെ അതിജീവിക്കും, ഞാൻ അതിനെ നിന്നെ പവർഫുള്ളാക്കും. ഈ ഉറപ്പ് തരുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറത്തില്ല എന്നും, ഞാൻ ലോകാവസാനത്തോളം നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നും അത് പറഞ്ഞേക്കുന്ന ഒരാൾ കർത്താവായ യേശു മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, സാമ്രാജ്യങ്ങൾ ഉണർന്നു, പലതും വീണു. വിപണികൾ ഉയർന്നു, വീണു. പ്രസ്ഥാനങ്ങൾ പലതും ഉയർന്നു, വീണു. എന്നാൽ 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും യേശുവിൻ്റെ സ്വാധീനം മനുഷ്യഹൃദയങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു.
ആമേൻ. കാലത്തെ അതിജീവിക്കുന്ന നേതൃത്വവുമായി ബന്ധപ്പെടുന്നതിനേക്കാളും ഏറ്റവും വലിയ ഭാവി നിക്ഷേപം വേറെ ഒന്നുമില്ല. നമ്മുടെ ഏറ്റവും വലിയ ഫ്യൂച്ചർ സെറ്റ് ചെയ്യുവാൻ, ഏറ്റവും വലിയ നേതാവുമായിട്ട് കണക്ട് ചെയ്യുവാൻ, ഏറ്റവും വലിയ ഗൈഡുമായിട്ട് ഇന്നേ നമുക്കൊരു അലയൻസ് ഉണ്ടാക്കാൻ യേശു എന്ന വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ കർത്താവാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ യോഗ്യതകളുമുള്ള ഒരേ ഒരാൾ. കാലത്തിന് അതീതമായി നമ്മുടെ ഭാവിയെ കാണുന്ന ഒരാൾ, നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ കാണുന്ന ഒരാൾ, മുന്നോട്ടുള്ള സകലതും വ്യക്തമായി അറിയാവുന്ന ഒരാൾ. അങ്ങനെ ഒരാളുമായി ഇന്നൊരു അലയൻസിൽ നിങ്ങൾ ഏർപ്പെട്ടാൽ നിങ്ങളുടെ ലൈഫ് സെറ്റാണ്. നിങ്ങൾക്ക് ഏത് പ്രോബ്ലത്തിലും നിങ്ങൾക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. ഇത് കേവലം ഒരു മതപരമായ ഗോസ്പൽ അല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ നിങ്ങളോട് പ്രീച്ച് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവിക രഹസ്യങ്ങളാണ്. പ്രായോഗികമായി നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന അതിശക്തമായിരിക്കുന്ന വചന വെളിപ്പാടിൻ്റെ രഹസ്യബോധങ്ങളാണ്. യേശുവിനെ നിങ്ങൾ പൂവിട്ട് പൂജിക്കുന്നൊരു ദേവനായി കണ്ടാൽ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുകയില്ല. പക്ഷേ നിങ്ങൾക്കിന്ന് കരം കൊടുക്കാൻ കഴിയുന്ന ഒരു നിത്യ യാഥാർത്ഥ്യമായി നിങ്ങൾ യേശുവിനെ മനസ്സിലാക്കിയാൽ ആ യേശു ആയിരിക്കും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ വഴികളിൽ നിങ്ങളുടെ വഴികാട്ടിയും നിങ്ങളുടെ കാവലാളും നിങ്ങളുടെ കപ്പിത്താനും. പ്രിയപ്പെട്ടവരെ, യേശു സുരക്ഷിതമായ ജീവിതം മാത്രം നൽകുന്നില്ല, അർത്ഥവത്തായ ഒരു ഭാവിയെ നിർമ്മിച്ചു തരുന്നവനാണ്. ജീവൻ നിലനിൽക്കുന്നത് മാത്രമല്ല വിജയം എന്ന് പറയുന്നത്. എന്തിനാണോ ജീവിക്കുന്നത്, എൻ്റെ ജീവിതം എന്തിനാലാണോ വന്നിരിക്കുന്നത്, ആ മാറ്റം സൃഷ്ടിക്കുക എന്നതാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുമ്പോഴാണ് യഥാർത്ഥ മഹത്വം ആരംഭിക്കുന്നത്. പ്രശ്നങ്ങളെ പരിഹരിക്കുമ്പോഴാണ് മികവുകൾ ഉണ്ടായി വരുന്നത്. ശീലങ്ങളെ അഴിച്ചു പണിതിട്ട് ഏറ്റവും നല്ലതിലേക്ക് സ്വയം മോൾഡ് ചെയ്യുവാൻ തീരുമാനിക്കുമ്പോഴാണ് ശക്തമായതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. യേശുവിൽ മനുഷ്യർക്ക് സുരക്ഷ മാത്രമല്ല കിട്ടുന്നത്, സ്വന്തം ദൗത്യവും തിരിച്ചറിവും അതിലെ നിത്യപ്രാധാന്യവും കണ്ടെത്താൻ കഴിയുന്നു. അതിശയകരമായ വെല്ലുവിളികൾ നിറഞ്ഞ ലോകത്തിൽ ഏറ്റവും വലിയ സുരക്ഷാ മതിലുകൾ പണങ്ങളല്ല, ആയുധങ്ങളല്ല, അധികാരമല്ല, സ്വാധീനങ്ങളല്ല. കാലത്തെയും ചരിത്രത്തെയും ഭാവിയെയും തൻ്റെ കരങ്ങളിൽ വഹിക്കുന്ന യേശുവുമായുള്ള സജീവമായ ബന്ധമാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ധനം. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന സകലരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒരു ഹീറോയാക്കി മാറ്റാൻ യേശു വരികയാണ്. ആരോ ഇനി വരുമെന്നോ മറ്റൊരാളുടെ ഇടപെടലിനാൽ കാര്യങ്ങൾ നടക്കുമെന്നോ എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾ ആയിരങ്ങൾക്കായി അയക്കപ്പെടുമെന്നും നിങ്ങൾ പതിനായിരങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നപരിഹാരകരായി മാറുമെന്നും അത്രത്തോളം പൊട്ടൻഷ്യാലിറ്റി ഉള്ളൊരു വ്യക്തിയായി നിങ്ങൾ ചിന്തിക്കുന്ന ഇപ്പോഴത്തെ ഈ കുഞ്ഞു ജീവിതത്തെ അതിശയകരമായി എൻ്റെ യേശു രൂപാന്തരപ്പെടുത്തുമെന്നും ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു. എൻ്റെ ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിങ്ങൾക്ക് ഓർമ്മിക്കാനും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാനും കർത്താവ് കൃപ ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവേ, സ്നേഹനിധിയായ സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ തിരുവെഴുത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഹൃദയം തുറക്കുകയാണ്. ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂത് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടതായിരുന്നു. കർത്താവേ, ഇന്നത്തെ വചന കേൾവിയിൽ ജീവിതം കർത്താവിനോടുകൂടെ ഷെയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന അനവധി മക്കളുണ്ട്. ഇവരെ എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഫ്യൂച്ചർ അത് നിർമ്മിക്കുന്ന ഒരു ഉജ്ജ്വലമായ ഫാക്ടറിയായി ഇന്നത്തെ പ്രവചന ദൂതിനെ ദൈവം മാറ്റിയിരിക്കാൻ സ്തോത്രം. ഇഷ്ടപ്പെട്ടതൊക്കെ ഇന്നിവരുടെ ലൈഫിലേക്ക് വരട്ടെ. നല്ല ടേസ്റ്റുകൾ, നല്ല ബന്ധങ്ങൾ, നല്ല എൻവയോൺമെൻറ്റ്, ഏറ്റവും നല്ല കോണ്ടാക്റ്റുകൾ, ഇതെല്ലാം ഇന്നിവർക്കുണ്ടാകട്ടെ. ഇവരുടെ ശരീരത്തിൽ ആരോഗ്യം നിറയട്ടെ, ഇവരുടെ കയ്യിൽ പണം നിറയട്ടെ, ഇവരുടെ വീട്ടിൽ പ്രോസ്പിരിറ്റി നിറയട്ടെ, ഇവരുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടങ്ങൾ ഉണ്ടാകട്ടെ, വലിയ വലിയ ഡീലുകൾ ഇവർക്ക് ഉണ്ടാകട്ടെ, ഇവർ എഴുതുന്ന എക്സാമുകളൊക്കെ ഭയങ്കര ഗംഭീര വിജയങ്ങളാകട്ടെ, ഇവർ പോയി നിൽക്കുമ്പോൾ തന്നെ കഥകൾ തുറക്കപ്പെടട്ടെ, ഇവർ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ തന്നെ ഇവർക്ക് അസാധാരണമായ ഹെൽപ്പുകൾ ഉണ്ടാകട്ടെ, സൂപ്പർ നാച്ചുറലായ പ്രൊവിഷൻസ് ഇവരുടെ മേൽ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ സ്മാർട്ടാകട്ടെ, വളരെ ഇൻ്റലിജൻ്റ് ആകട്ടെ, പഠിച്ച് കയറുന്നവരായി തീരട്ടെ, സൗന്ദര്യം വർദ്ധിക്കട്ടെ, ഇവരുടെ കീർത്തി വലുതാകട്ടെ. യേശുവരുടെ ലൈഫിൽ വന്നതൊരു ഭയങ്കരമായ വിപ്ലവകരമായ മാറ്റമായെന്ന് ആരും അംഗീകരിച്ചു പോകുന്ന നിലയിൽ ഇവരുടെ ജീവിതം അങ്ങ് തഴച്ചു വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മുന്നോട്ടുള്ള വർഷങ്ങൾ ഭയങ്കരമായ അനുഗ്രഹങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു. ഏറ്റവും നല്ല വിജയലക്ഷ്യങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നല്ലതിലേക്ക് ചെന്നെത്തട്ടെ. ഒരിക്കലും ഒരു സാധാരണ നിലയിൽ ഓടിയാൽ എത്താത്തിടത്ത് ഇവർ ചെന്ന് കാലുകുത്തട്ടെ. കർത്താവേ, ഞാൻ ഇന്നിവരെ ഏറ്റവും ശക്തമേറിയ അങ്ങയുടെ വലിയ നാമത്തിലാണ് അനുഗ്രഹിക്കുന്നത്. ലോകത്തിലുള്ള ആരേക്കാളും ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങയുടെ വലിയ നാമം എൻ്റെ കൂടെയുള്ളതിനാണ്.
യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലാണ് നമ്മുടെ സഭ പ്രവർത്തിക്കുന്നത്. ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച്. പേര് പോലെ തന്നെ ജീവിതങ്ങളെ മാറ്റുന്ന പ്രവാചക സഭയാണ് നമ്മുടെ ചർച്ച്. ഇനി നിങ്ങളുടെ ശിഷ്ടകാലത്തെ ആത്മീക ജീവിതം നിങ്ങളെ നയിക്കേണ്ടത് ഇവിടെയാണ്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് നിങ്ങൾക്ക് ഇവിടെ കിട്ടൂ. വരിക, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നേരിട്ട് നിങ്ങളെ കാണാനും നിങ്ങളുമായിട്ടൊരു നല്ല ആത്മീക ബന്ധത്തിൽ നമുക്കൊന്നിച്ചിനി മുന്നോട്ട് യാത്ര ചെയ്യാനും ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളെ ഫാമിലിയായിട്ട് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ലൈഫ് ചേഞ്ചർ ഫാമിലിയിലേക്ക്. ഈ ഒരു പ്രവചനദൂതിൻ്റെ ഈ ഒരു അധ്യായം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, ബെല്ലൈക്കൺ അമർത്തണം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യണം. എന്നും ദൈവിക ദൂതുകൾ നിങ്ങളുടെ അരികിലേക്ക് എത്തും. കർത്താവ് ഒരുപാട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.